നമ്മൾ ഈ ലൈവിൽ ആ ഒരു രണ്ട് ഇത് പറഞ്ഞതിന് ശേഷം ഓനിക്ക് അനുഭവിക്കുന്ന സാധനം ഓൻ്റെ ചാറ്റിൽ പോയിട്ട് ആൾക്കാർ സ്കാമർന്നും ഓൻ്റെ കമൻസിൽ പോയിട്ട് സ്കാമർന്നും പറയുന്നുണ്ട്. ആ ഒരു ഇഷ്യൂ അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇതെനിക്ക് തോന്നുന്നു അധികം സാധാരണ ഇങ്ങനത്തെ കോൺട്രവേഴ്സി വരുമ്പോൾ കുറേ ആൾക്കാർ എടുത്ത് ഇടലുണ്ട്. കുറേ ആൾക്കാർ ഇങ്ങനത്തെ ഈ ഇതിനായിട്ട് സ്കാമും മറ്റേ ഇതിനെല്ലാം ഇങ്ങനത്തെ സാധനങ്ങൾ കോൺട്രവേഴ്സി ആയിട്ട് ചർച്ച ചെയ്യലുണ്ട്. ഇതിപ്പോൾ ആരും ചർച്ച ചെയ്യുന്നില്ല. ഞാൻ അറിയാത്ത ആൾക്കാർക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് അതിൽ പണ്ടല്ല ഒരു 4-5 മാസം മുമ്പ് സായിപ്പിൻ്റെ ഒരു വർക്ക് എടുത്തിരുന്നു. അതിലൊരു കമ്പനി ഉണ്ട്. അതിൽ ഒരു എന്തായിരുന്നു പേര്, കമ്പനീൻ്റെ പേര് ഇൻസ്റ്റാഫ്ലിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാഗ്രാമിലെ ഉള്ള ബാനായ അക്കൗണ്ടുകൾ അൺബാൻ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഈ ഇൻസ്റ്റാഗ്രാമുമായിട്ട് മെറ്റയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സെലിബ്രിറ്റീസിൻ്റെ കയ്യിൽ നിന്ന് ഫീസ് വാങ്ങിയിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ കുറേ വർക്ക് എടുത്ത കൂട്ടത്തിൽ സായിപ്പിൻ്റെ വർക്കും കൂടി എടുത്തിരുന്നു. ഓക്കെ, സായിപ്പിനോട് ഇവൻ പൈസ ചോദിച്ചില്ല. അതാണ് സത്യം. ഇവൻ എന്നോട് ആദ്യം എന്നോട് ഇത്രയും കാലം പറഞ്ഞിരുന്നത് സായിപ്പിനോട് പൈസ ചോദിച്ചിരുന്നു, സായിപ്പ് തന്നില്ല, അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. ഇപ്പം ഞാൻ സംസാരിച്ച് ഇതിൻ്റെ മൊത്തം കാര്യങ്ങൾ ഞാൻ ഇതാക്കിയപ്പം ഇവൻ ഒരു കുഞ്ഞു ചെക്കൻ മണ്ടൻ, ഇവന് ഓഫീഷ്യലായിട്ട് സംസാരിക്കാനോ പ്രൊഫഷണലായിട്ട് ഡീൽ ചെയ്യാനോ അറിയില്ല. സായിപ്പിന് ഇത് ഇവൻ വർക്ക് ചെയ്ത് കൊടുത്തിട്ട് സായിപ്പിനോടുള്ള ആരാധന ഇതും കാരണം ഇവൻ പൈസ ചോദിച്ചില്ല. ഓക്കെ, പൈസ ചോദിക്കാണ്ട് സായിപ്പ് തരുമെന്ന് വിചാരിച്ചിട്ട് ഇവൻ വെയിറ്റ് ചെയ്തിരുന്നു. സായിപ്പാണെങ്കിൽ ഇവനോടുള്ള സ്നേഹം കാരണം എടുത്ത് സ്റ്റോറി ഇട്ടു. ഓക്കെ, അതായത് ഇവൻ്റെ കമ്പനി പ്രൊമോട്ട് ചെയ്യുന്ന ലെവലിൽ സ്റ്റോറി ഇട്ടു. അപ്പോൾ പേയ്മെൻറ്റ് കൊടുക്കണ്ടല്ലോ. അപ്പം ആടെ ഇതായല്ലോ, പേയ്മെന്റ് വകര സ്റ്റോറി എന്നുള്ള ലെവലിൽ ചെയ്തു. അപ്പൊ സായിപ്പിന്റെ മൈൻഡിൽ സായിപ്പ് ചെയ്ത് കറക്റ്റാ അല്ലെ? അത് വിട്ടു. അത് വിട്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ 5 മാസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു സംഭവം വരുന്നത്. അതായത് ഇടക്കിടക്ക് അതിലും ഇവരെല്ലാം ഈ കമ്പനിയിൽ വർക്കേഴ്സെല്ലായിട്ട് ഈ ടോക്ക് നടക്കുന്നത് ഞാൻ കാണലുണ്ട്. സായിപ്പിനെ നിന്ന് പൈസ വാങ്ങണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ അത് കേട്ടിട്ടാണ് ഞാൻ ലൈവിൽ വന്നിട്ട് ഇതിന്റെ കാര്യം എടുത്തിടുന്നത്. അല്ലെങ്കിൽ സായിപ്പിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പിള്ളേർക്ക് പൈസ കൊടുക്കാണ്ടില്ല എന്നുള്ള ലെവലിൽ ഞാൻ ഒരു തമാശ രീതിയിൽ പറഞ്ഞത്. പക്ഷെ അത് ഓൻ്റെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ അത്രയും ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാരെ ഉള്ളെങ്കിൽ പോലും നമ്മളെന്ന് വെച്ചാൽ ഇപ്പം എത്ര 12,000 വാച്ചിങ് ഉണ്ട്. പക്ഷേ ഈ നാളെ ഈ 12,000 വാച്ചിങ് അല്ല വരിക. നാളെ വേറൊരു 12,000 ആയിരിക്കും, അല്ലെങ്കിൽ വേറൊരു 10,000 ആയിരിക്കും. പക്ഷെ സായിപ്പ് എന്ന് പറഞ്ഞാൽ ഓനുള്ള ഒരു 5,000-6,000 ആൾക്കാരാണെങ്കിൽ അവർ ഹാർഡ് കോർ, അവരെപ്പോഴും ഓൻ്റെ കൂടെയുള്ള എപ്പോഴും നാളെ ഓർക്ക് അതേ ഓഡിയൻസ് ആയിരിക്കും, മറ്റന്നാൾ പുതിയ അല്ലെങ്കിൽ മാറി വരുന്നതല്ല. മനസ്സിലായി? അവരുടെ ഇടയ്ക്കേക്ക് ഇവൻക്ക് ഇങ്ങനെ ഒരു സ്കാമർ എന്നുള്ളൊരു പേര് പോയി കഴിഞ്ഞാൽ ഓൻ്റെ കരിയറിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ കാരണമല്ല, ആദിൽ കാരണം അങ്ങനത്തെ ഒരു ഇതാകുന്നത് എനക്കെന്തോ മനസ്സിലായി. അത് നമുക്ക് ആ കാര്യം നമുക്ക് ക്ലിയർ ചെയ്യണം. അപ്പൊ അതിൽ തന്നെ അതിന്റെ കാര്യങ്ങൾ പറയണം, അത് സോറി പറയണം, കംപ്ലീറ്റ്ലി അപ്പോളജൈസ് ചെയ്യണം. അത് അതിന്റെ എന്താന്ന് വെച്ചാൽ നീ ചെയ്യണം. അതാണ് എനിക്ക് പറയാനുള്ളത്. സംഭവം ശരിയാണ്. അതിന് അപ്പോളജൈസ് ചെയ്യാൻ ഈ കുഞ്ഞിച്ചക്കന് ഇതിനെ കുറിച്ച് അറിയില്ല. ഒന്നാമത് ഇവൻ തെറ്റായിട്ട് ചെയ്തല്ലോ. പറ എടാ, അതിൽ എനിക്ക് വേണ്ടി നമ്മളിങ്ങനെ സംസാരിക്കാം. അതിന് ഞാൻ ചോദിച്ചില്ല, അതിന്റെ മിസ്റ്റേക്ക്. ഞാൻ വിചാരിച്ച് ചോദിക്കൊരു മടി കാരണം ചോദിക്കാണ്ട് വെച്ച്. അപ്പൊ ഓനെ ലാസ്റ്റ് ലൈവില് നടന്ന കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് സായിപ്പിന് സ്കാമർ എന്നുള്ളൊരു പേരവിടെ വന്നു. മനസ്സിലാവും? ആ സ്കാമറിലേക്ക് ഓൻ സ്കാം ഒന്നും ചെയ്തിട്ടില്ല, ആരും ഒന്നും ചെയ്തിട്ടില്ല. സായിപ്പിനെ സ്കാം ചെയ്ത് ഓനൊന്നും ചെയ്തിട്ടില്ല. ഇനി ഓൻ സ്റ്റോറി ഇട്ട് ഞാൻ വർക്ക് ചെയ്ത് കൊടുത്തു, വേറൊന്നും ഇതിലില്ല. സ്റ്റോറി ഇട്ട് കൊടുത്തതുകൊണ്ട് സ്റ്റോറി ഇട്ട് കൊടുത്തോണ്ട് ഓൻ വിചാരിച്ച് പൈസ വേണ്ടിയിരിക്കും. ഞാൻ പൈസ ചോദിച്ചില്ല, ഞാൻ ചോദിക്കാൻ മടിയാണ്ട് ചോദിച്ചില്ല. കുറെ നാള് ചോദിച്ചില്ല. ഇതാണ് അല്ല ഓൻ പറയുന്നത് നീ പൈസക്ക് പകരം സ്റ്റോറി മതി നമ്മ സംസാരിച്ചിട്ട് കോൾ ചെയ്തത്, മെസ്സേജ് ഒന്നും അല്ലാണ്ട് കാണാനൊന്നുമില്ല. കോള് പറയുമ്പോ ഞാൻ കൃത്യം സംസാരിച്ചില്ല, ഇടയ്ക്ക് എന്തോ പറഞ്ഞ മുത്ത സ്ക്രിപ്റ്റ് ആണെങ്കിൽ എനിക്ക് ഇവനെ ഇതാക്കാൻ നോക്കാം, ഇവനെ വെളുപ്പിക്കാൻ നോക്കാം. ഞാൻ അതിന് സംഭവം ശരിയാണ്. ഇവൻ എൻ്റെ അനിയനെ പോലെ, ഇവൻ എന്ത് ഇത് ചെയ്താലും ഞാൻ ഇവന്റെ കൂടെ വെക്കും. നമ്മളിവിടെ ഒരു ഫാമിലി പോലെ ഇത് പോകുന്നത് തന്നെയാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, സായിപ്പിന് ഓൻ ഒരു ഭാര്യയും കുട്ടിയായിട്ട് ഓൻ വേറെ ഒരു ഇതിനും നിൽക്കാണ്ട് ഓൻ്റെ ഫാമിലി, ഓൻ്റെ ഗെയിം പ്ലേ അല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ഇല്ലാണ്ട് ഓൻ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. എനിക്ക് അത്രയും ഫീൽ ആയിപ്പോയി. ഞാൻ കാര്യം പറഞ്ഞു, ഞാൻ ഇന്ന് ഓൻ്റെ ഭാര്യനോട് അടക്കം സംസാരിച്ചു. ഓക്കെ, സായിപ്പിൻ്റെ പുള്ളിക്കാര്യം എന്നെല്ലാം പറഞ്ഞാൽ ഒരിക്കലും സായിപ്പ് പറയുന്ന പോട്ടെ, സായിപ്പിൻ്റെ ഭാര്യ ഒരിക്കലും കള പറയില്ല. അങ്ങനെ കള പറയേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പം ഇതുള്ള പോലെയല്ല. ഇപ്പം ഇവരെല്ലാം എൻ്റെ കൂടെ വന്നത് ഇപ്പോഴാണ്. മനസ്സിലായി? സായിപ്പിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ അവള് 9ാം ക്ലാസ് 8ാം ക്ലാസ് മുതലുള്ള, അതായത് സായിപ്പ് ഒന്നും അല്ലാത്ത സമയത്ത് പച്ചക്കറി വെക്കാൻ പോകുമ്പോൾ സായിപ്പിന് ഒന്നിച്ച് പോകുന്ന അത്രയും ഒന്നും അല്ലാത്ത സമയത്ത് അവൻ്റെ കൂടെ ഉള്ളത്. ആ പെണ്ണ് കള പറയുന്നത് എനിക്ക് ഒരിക്കലും തോന്നില്ല. ഓക്കെ, ഞാൻ സംസാരിച്ച് വെച്ചിട്ട് ഇത് കംപ്ലീറ്റ്ലി 100% സായിപ്പിൻ്റെ ഭാഗത്താണ് ന്യായം. മിസ്റ്റേക്ക് ആദില്ല ഭാഗത്താണ്. മിസ്റ്റേക്ക് 100% ആദില്ല ഭാഗത്താണ്. അതിൽ എനിക്ക് ഒരു ഇതും പറയാനില്ല, അതിൽ എനിക്ക് ഒരു ന്യായീകരണവും പറയാനില്ല. ഓക്കെ,
അത് നീ തന്നെ പബ്ലിക്കിൽ അത് അപ്പോളജൈസ് ചെയ്യണം. പറ്റും ഒരു സ്റ്റോറി ഇടണം, ഓനെ കുറിച്ച് ഇത് ഇങ്ങനെ ഇതായിപ്പോയി എന്ന് പറഞ്ഞിട്ട് നീ തന്നെ അത് ഇതാക്കണം. പറ അതിനെ കുറിച്ച് പറയാം. ഈ ചെക്ക ഈ പൊട്ടൻ ചെക്ക എന്തിനാ ഈ ബിസിനസ് ചെയ്യാൻ അറിയാൻ എനിക്ക് അറിയില്ല. ഈ ചെറിയ വയസ്സിൽ ഈ 10-20 വർക്കേഴ്സിനെല്ലാം വെച്ച് ഇങ്ങനെ ലക്ഷങ്ങൾ വെച്ച് ഇവൻ ബിസിനസ് ചെയ്യാം. ഈ പ്രൊഫഷണൽ ആയിട്ട് സംസാരിക്കാൻ അറിയില്ല, ഒരു കാര്യം ഡീൽ ചെയ്യാൻ അറിയില്ല. ആ സായിപ്പായിട്ട് സംസാരിച്ചപ്പോൾ ക്ലിയർ ആയിട്ടില്ല. അതാണ് ഒരു റീസൺ. ഒരാളെ കരിയർ കളയാനുള്ള കാര്യമാണ് ലൈവിൽ പറഞ്ഞത്. അതിൽ കാര്യം എന്ത് കാര്യം, ഒരു കാര്യമല്ലോ ഇല്ല. കറണ്ടൊന്നും കാര്യമില്ല, മനസ്സിലായി? കറണ്ടൊന്നും കാര്യമില്ല. ഈ കാര്യത്തിൽ ഞാൻ കാര്യം പറയല, ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാവും? അതെന്ന് വെച്ചാൽ ഓൻ അത്രയും ഹേർട്ടായി, അല്ലെങ്കിൽ ഓനക്ക് അത്രയും ഓൻ്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അത്, മനസ്സിലാവും? ഞാൻ പറയാല്ല, ഞാൻ ഇതിനെക്കുറിച്ച് ഒരു 1-2 മണിക്കൂറോളം ഇരുന്ന് സംസാരിച്ചു. ഞാൻ സാഹിബിനോട് സംസാരിച്ചു, സാഹിബിൻ്റെ ഭാര്യനോട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി പോയി. കാരണം അവിടെ ഇങ്ങനെ ഇതിൻ്റെ കാര്യങ്ങളിങ്ങനെ സംസാരിച്ച് ഇതിൻ്റെ ആർഗ്യുമെൻ്റ് എല്ലാം വരുമ്പോൾ എനിക്ക് ആ പെണ്ണിനോട് എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ട് വരുന്നത്. എന്നിട്ട് ഞാൻ സാഹിബിനോട് തന്നെ സംസാരിച്ചിട്ട് ഞാൻ അത്രയും അവനോട് സോറി പറഞ്ഞു. ഇവനെ കൊണ്ട് ഞാൻ സോറി പറയല്ലടാ, കാര്യം പറയാലോ, അത് ചേഞ്ച് ടോപ്പിക്കാ. അല്ല ഇതിനൊരു അതിന് മുമ്പ് 5-6 മാസമായി. അപ്പൊ 6 മാസം മുമ്പുള്ള കാര്യം എനിക്ക് ഇപ്പൊ ഒന്നും ഓർമ്മ തന്നെ ഇല്ല. പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ നീ അങ്ങനെ ന്യായീകരിക്കണ്ട, അത്രേ ഉള്ളൂ. അതിലെ ഞാൻ പറയുന്നത് കേട്ടാ മതി. നിന്റെ ഭാഗത്തന്നെ മിസ്റ്റേക്ക്, അത്രേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞാൽ മതി. അങ്ങനെ തന്നെയാണ് കാര്യം. നിന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക്. നീ പറഞ്ഞത്, നീ ആ സാഹിബ് പറഞ്ഞത് എന്താണെന്ന് നിനക്ക് മനസ്സിലായിട്ടില്ല. അതിനുള്ള ബുദ്ധിയെ നിനക്കില്ല, ബിസിനസ് ചെയ്യാനുള്ള പക്വത നിനക്ക് ആയിട്ടില്ല. അത് തന്നെയാണ് കാര്യം. ഞാൻ പറയുന്നത് വെച്ചാൽ ഇൻസ്റ്റാഫ്ലിക്സ് എന്ന് പറഞ്ഞ സാധനം ബാക്കിയുള്ള ആൾക്കാരെ ഏൽപ്പിക്കുക. നീ ഇതിൽ ഓണറായിട്ട് ഒരു സൈഡിൽ നിന്നോ, നീ ഇതിന്റെ വർക്കിൽ നീ ഇടപെടണ്ട. കാരണം നിനക്ക് അതിനുള്ള പക്വത ആയിട്ടില്ല. സ്പാം എല്ലാം അതിൽ സ്റ്റോറി ഇട്ട് ഇത് ഇടാൻ തീർത്തോ.